ശീല പ്രഭുപാദിൻ്റെ ലീലാമൃതം എന്ന് വായിച്ചൊരു കാര്യമാണ്. ഇതിൽ ശീല പ്രഭുപാദ് ബോംബെയിലായിരുന്ന സമയമാണ് 1977 മെയ് സമയത്ത്. മെയ് സമയം നല്ല ചൂടാണ്. ചൂട് സീസൺ കഴിഞ്ഞ് പിന്നെ മൺസൂൺ തുടങ്ങാൻ പോവുക, കാലവർഷം തുടങ്ങാൻ പോവുക. അപ്പോൾ ശീല പ്രഭുപാദിൻ്റെ ആരോഗ്യം വളരെ മോശമായ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. പ്രഭുപാദ് ബുക്സ് ഡിക്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് ഗസ്റ്റുകൾ വരുമ്പോൾ കുറച്ച് സംസാരിക്കും എന്നല്ലാതെ പ്രത്യേകിച്ച് ക്ലാസ്സൊന്നും എടുക്കുന്നില്ല. സൺഡേസിൽ വരാമെന്ന് പറയുന്നുമുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പം ഇടയ്ക്കൊക്കെ ആൾക്കാരൊക്കെ വരും കാണാനായിട്ട്. അപ്പോൾ ഒരു വട്ടം ശ്രീമൻ നാരായൺ എന്ന് പറഞ്ഞ ഒരു അദ്ദേഹം ഗുജറാത്തിൻ്റെ നേരത്തെയുള്ള ഗവർണറായിരുന്നു. അപ്പോൾ അദ്ദേഹം ശ്രീല പ്രഭുപാദിനെ കാണാനായിട്ട് വന്നു. ആ സമയത്ത് അദ്ദേഹം കണ്ടപ്പം പ്രഭുപാദിനോട് ചോദിച്ചു, പ്രഭുപാദ്, നിങ്ങൾ എന്തുകൊണ്ട് ആരോഗ്യം മെച്ചപ്പെടുത്തുന്നില്ല? ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് ആരോഗ്യം മെച്ചപ്പെടുത്തണ്ടേ? നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് പറ്റും എന്ന് ശീല പ്രഭുപാദിനോട് ശ്രീമൻ നാരായൺ പറഞ്ഞു. അപ്പോൾ പ്രഭുപാദ് പറഞ്ഞു, ഇതൊന്ന് ഒരു ഓൾഡ് മെഷീനാണ്. മെഷീൻ വളരെ പഴയതായി കഴിഞ്ഞു. എത്ര നമ്മൾ ക്യൂർ ചെയ്താലും ആ മെഷീൻ വീണ്ടും വീണ്ടും മോശമാകത്തേ ഉള്ളൂ എന്നിങ്ങനെ പറഞ്ഞു. എന്നിട്ട് പ്രഭുപാദ് പറഞ്ഞു, പക്ഷെ എൻ്റെ വർക്ക് ഒന്നും തടസ്സമില്ല എന്ന് പറഞ്ഞു. കാരണം എനിക്ക് ബുക്കുകൾ ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ബുക്സ് എഴുതാൻ പറ്റുന്നുണ്ട് എന്ന്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, പ്രഭുപാദിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇതെന്ന് പറഞ്ഞാൽ ബുക്സുകൾ തരിക എന്നുള്ളതാണ്. കാരണം പ്രഭുപാദിനൊന്നും ലെക്ചർ ചെയ്യാൻ പറ്റുന്നില്ല, എവിടെയും നടക്കാൻ യാത്രയൊന്നും പോകാൻ പറ്റുന്നില്ല, ലെക്ചേഴ്സ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ പ്രഭുപാദ് പറഞ്ഞു, എൻ്റെ വർക്ക് മുടങ്ങുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ അർത്ഥം പ്രഭുപാദിന് ഇത്രയും അദ്ദേഹത്തിൻ്റെ മെയിൻ വർക്ക് എന്ന് വെച്ചാൽ അതിൻ്റെ ബുക്കാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആ സമയത്ത് കുറച്ച് വേറെ ഇന്ത്യക്കാർ അവിടെ വന്നിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ആരോഗ്യം പെട്ടെന്ന് മെച്ചപ്പെടുമെന്ന് പറഞ്ഞു. അവരിങ്ങനെ ഓരോ കാര്യം, ഡെറാഡൂണ്, മിസോറി, ഹരിദ്വാർ, ഋഷികേശ് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഋഷികേശ് എന്ന് പറഞ്ഞപ്പോഴത്തേന് ഈ ശ്രീമൻ നാരായണനോടുണ്ടായിരുന്നു അദ്ദേഹം, ഗവർണർ പറഞ്ഞു അത് നല്ല സ്ഥലമാണ്. കാരണം വെച്ചാൽ ഗംഗ ഒഴുകി വരികയാണ്. ഗംഗ ഒഴുകി വരുന്ന സ്ഥലത്തെല്ലാം വെള്ളം നല്ലതായിരിക്കും. നല്ല വെള്ളമാണെങ്കിൽ ആരോഗ്യം പെട്ടെന്ന് മെച്ചപ്പെടും. അതുകൊണ്ട് എവിടെയാണ് നല്ല വെള്ളമുള്ളത് അവിടെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ പോയി താമസിക്കേണ്ടത് എന്ന് ശ്രീമൻ നാരായൺ പറഞ്ഞു. അപ്പോൾ പ്രഭുപാദ് അത് കേട്ടപ്പം പ്രഭുപാദ് വിചാരിച്ചു അത് സീരിയസ് ആയിട്ട് എടുത്തു. യഥാർത്ഥത്തിൽ പ്രഭുപാദിന് ആ സന്ദർഭത്തിൽ വേറെ എവിടെയും യാത്ര ചെയ്യുന്ന പ്ലാൻ ഇല്ലായിരുന്നു. പക്ഷെ അത് കേട്ട ദിവസം പ്രഭുപാദ് അത് സീരിയസ് ആയിട്ട് എടുത്തു. ഋഷികേശിൽ പോകാം എന്നുള്ള തീരുമാനം. അങ്ങനെ സെക്രട്ടറീസിനെ വിളിച്ചിട്ട് ഒരാഴ്ചക്കുള്ളിൽ ഋഷികേശിലേക്ക് പോകാം എന്നുള്ളൊരു തീരുമാനം. മെയ് തുടക്കത്തിലാണ് ഇത് സംഭവം. എന്നിട്ട് പ്രഭുപാദ് 1 വീക്ക്, അതായത് മെയ് 7 ആ സമയമായപ്പോഴത്തേനും ഋഷികേശിലേക്ക് പോയി 1977. അവിടുത്തെ ആദ്യത്തെ ഒരാഴ്ച നല്ലതായിരുന്നു, നല്ല അന്തരീക്ഷമായിരുന്നു. കുറച്ച് അത്ര തണുപ്പും ഇല്ലായിരുന്നു, നല്ല അന്തരീക്ഷം. നല്ലൊരു ഗസ്റ്റിന്റെ അവിടെയാണ് പ്രഭുപാദ് താമസിച്ചത്. പ്രഭുപാദിന് പെട്ടെന്നൊരു ആരോഗ്യം ഇമ്പ്രൂവ് ചെയ്ത പോലെ തന്നെ ഒരു അനുഭവപ്പെട്ടു. കാരണം പ്രഭുപാദ് സാധാരണ റൂമിൽ തന്നെ ഇരിക്കുകയാണ്. ഫസ്റ്റ് വീക്കില് പ്രഭുപാദ് പറഞ്ഞു, ഞാൻ വൈകിട്ട് 5 മണി തൊട്ട് 6 മണി വരെ ഗസ്റ്റുകളെ സ്വീകരിക്കാം, ഗസ്റ്റുകൾ വരുമ്പോൾ അവരോട് സംസാരിക്കാം എന്ന് പറഞ്ഞു. പിന്നെ ഇടയ്ക്ക് പ്രഭുപാദ് പോയി കിച്ചണിൽ പോയിട്ട് ഇങ്ങനെ കുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യായിരുന്നു ഡിസേബിൾസിന്. അപ്പം കുറച്ചും കൂടെ ഒരിതായിട്ട്, കാരണം ഡിസേബിൾസ് അവർക്കും അതും പ്രഭുപാദ് ഈ ബോംബെയിൽ വെച്ചപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ കുറച്ചും കൂടെ ഇന്ററാക്ട് ചെയ്ത് പ്രഭുപാദ് സംസാരിക്കുന്നു. പക്ഷെ മെയ് 15 ആയപ്പം ഭയങ്കര ഒരു കൊടുങ്കാറ്റ് വന്നു ഋഷികേശ്. കാറ്റടിച്ച് ഇലക്ട്രിസിറ്റി എല്ലാം പോയി, ഫുള്ള് കാറ്റടിച്ചുകൊണ്ടിരുന്നു രാത്രി മുഴുവൻ. മെയ് 15 അതിന് പിറ്റേ ദിവസം അതേപോലെ ഭയങ്കര കൊടുങ്കാറ്റായിരുന്നു. അപ്പോൾ പ്രഭുപാദിന്റെ അതുവരെ ഇല്ലാതിരുന്ന പ്രഭുപാദിന്റെ കയ്യിലൊക്കെ നീരുകൾ വീണ്ടും, കയ്യിലും കാലിലും ഒക്കെ നീര് വരാനായിട്ട് തുടങ്ങി. പ്രഭുപാദ് രാത്രി ആയപ്പോഴത്തേന് തമാൽ കൃഷ്ണ മഹാരാജിനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് എന്തോ ഇതുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ തമാൽ കൃഷ്ണ മഹാരാജ് 1 മണിക്കൂറോളം മസാജ് ചെയ്തു. പിന്നെ അടുത്ത ദിവസം ആയപ്പോഴത്തേനും പ്രഭുപാദിന് മനസ്സിലായി ഇതാവത്തില്ല എന്ന് മനസ്സിലായി. പിന്നെ പ്രഭുപാദ് തമാൽ കൃഷ്ണ മഹാരാജിനോട് പറഞ്ഞു, അന്നാണ് പ്രഭുപാദ് ആദ്യമായിട്ട് ഈ ഇസ്കോണിന്റെ അദ്ദേഹത്തിന്റെ വില്ല്. ഇപ്പോഴും ആ വില്ലനുസരിച്ചാണ് ഇസ്കോൺ പോകുന്നത്.
അദ്ദേഹത്തിന്റെ വില്ല് രേഖപ്പെടുത്താനായിട്ട് തമാൽ കൃഷ്ണ മഹാരാജിനോട് പറഞ്ഞത്. വില്ല് എഴുതണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു എനിക്കിനി റിക്കവറി വരത്തില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് വൃന്ദാവനത്തിലേക്ക് ഉടനെ തന്നെ ഇത് ബുക്ക് ചെയ്യാനായിട്ട് പറഞ്ഞു. തിരിച്ച് വൃന്ദാവനത്തിലേക്ക് പോകാനായിട്ട് പറഞ്ഞു. അങ്ങനെ പ്രഭുപാദ അവിടെ പോയിട്ട് പിന്നെ വൃന്ദാവനത്തിലേക്ക് വരികയാണ് ചെയ്തത്. അപ്പം അതിൽ സത്സ്വരൂപ മഹാരാജ് പറയുന്ന ഒരു സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ ഒരു പരിശുദ്ധ ഭക്തൻ എപ്പോഴും വളരെ സെൻസിറ്റീവാണ്. എന്താണ് ഭഗവാൻ തന്നിലൂടെ തനിക്ക് നിർദ്ദേശം തരുന്നതെന്ന് എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. പ്രഭുപാദ് ആദ്യം വിചാരിച്ചു ഈ ഡിവോട്ടീസ് വന്ന് ഈ ഇന്ത്യക്കാരും ആ ഗവർണറൊക്കെ വന്ന് ഇവിടെ പോയ ആരോഗ്യം മെച്ചപ്പെടും എന്ന് പറയുന്നത് ഭഗവാന്റെ നിർദ്ദേശമായിട്ട് പ്രഭുപാദിന് തോന്നി. അതാണ് പ്രഭുപാദ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഭഗവാൻ ഒരു ഡെഫിനറ്റായിട്ട് ഒരു ഇത് കാണിച്ചു തന്നൊരു ഇതിലൂടെ, പ്രകൃതിയുടെ ഈ ഒരു ഇതിലൂടെ പ്രഭുപാദിന് കറക്റ്റ് ഒരു മെസ്സേജ് കൊടുത്തു. ഇനി ഒരു റിക്കവറി ഉണ്ടാവില്ല എന്നുള്ളൊരു രീതിയിൽ കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് പ്രഭുപാദ് പിന്നെ ഉണ്ടാകുന്നത്. അപ്പം മഹാരാജ് പറയുന്നത് നമ്മൾ എപ്പോഴും നല്ല എന്താണ് ഭഗവാൻ നമ്മൾ മറ്റുള്ളവരിലൂടെയും നമുക്ക് പറഞ്ഞു തരുന്നതെന്നുള്ള കാര്യം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അത് പ്രഭുപാദിന്റെ ഉദാഹരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് Srila Prabhupada ki jai. Vancha kalpadari kesha vasantu padesaya paridanam pavne jivasya namo namo. Ananda Kori Vaishnavan ki jai. Srila Prabhupada ki jai.